രാമേന്ദ്രൻ സാറേ, ഈ തൃശ്ശൂർ പൂരം ആരൊക്കെയോ ഗൂഢമായും പരസ്യമായും ഒക്കെ കലക്കിയത് കൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്നാണ് ഇപ്പോൾ ഒരു പുതിയ നെറേറ്റീവ്. ആ വ്യാഖ്യാനത്തിൽ എല്ലാവർക്കും പങ്കുണ്ട്, മാധ്യമങ്ങൾക്ക് പങ്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഇവിടുത്തെ LDFനും UDFനും ഉണ്ട് ഒരുപോലെ. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഫ്ലോറിൽ തന്നെ അല്ലേ, നമ്മളൊരു ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു 1.5 മാസം മുമ്പെങ്കിലും ഖണ്ഡിതമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചിരിക്കും. പക്ഷേ ഇപ്പോൾ പുതിയ നെറേറ്റീവ് വരികയാണ്, ഈ തൃശ്ശൂർ പൂരം ഇല്ലായിരുന്നെങ്കിൽ, അവിടെ അത് കലങ്ങിയില്ലായിരുന്നെങ്കിൽ സുരേഷ് ഗോപി ജയിക്കുമായിരുന്നില്ല എന്നാണ് യഥാർത്ഥത്തിൽ. പക്ഷേ LDFൻ്റെയും UDFൻ്റെയും അഭിപ്രായം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ബന്ധപ്പെട്ട കക്ഷി BJP ആണല്ലോ, NDA മുന്നണിയാണല്ലോ. അവരുടെ കൃത്യമായ വിലയിരുത്തൽ ഇത് സംബന്ധമായിട്ട് ഉണ്ടായിട്ടുണ്ടോ? അത് സാറിൻ്റെ ഒരു ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട്, അതിലുള്ള വിവരങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ BJP ഇതേപ്പറ്റിയൊന്നും വലിയ ബോധം ഉണ്ടാവില്ല ഇതിനെപ്പറ്റി. ഇപ്പോൾ CPMൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി പറഞ്ഞ വസ്തുനിഷ്ഠമായ അത് അവർക്ക് വേണ്ടി അവരുടെ അകത്ത് സത്യം മാത്രമല്ലേ പറയുള്ളൂ, അത് അവരാണല്ലോ പറയുക, അതിൻ്റെ ഉള്ളിൽ പറഞ്ഞത്. അതാണ് ഇപ്പോൾ സാറിൻ്റെ കയ്യിൽ. പരസ്യമായ കാര്യങ്ങൾ അവർ പരസ്യമായ നിലപാട് ചിലപ്പോൾ വേറെയൊക്കെ ഇതിങ്ങനെ ആയിക്കോട്ടെ എന്ന് വെക്കുന്നുണ്ടാവുമായിരിക്കും. അകത്ത് സഖാക്കളോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി പറഞ്ഞിട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുത്തിട്ട് രണ്ടുപേരുടെ നിലപാട് തൃശ്ശൂരിന്റെ കാര്യത്തിൽ ഒന്നാ. അതെന്താന്ന് വെച്ചാൽ പാർട്ടി വോട്ട് ചോർന്ന് BJPയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് പാർട്ടി കണ്ടെത്തുന്നത്. അതായത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പറയാണ് പാർട്ടി വോട്ട് BJPക്ക് ചോർന്നു. ആലപ്പുഴ, തൃശ്ശൂർ, ആറ്റിങ്ങലിൽ UDF ജയിച്ചത് LDF വോട്ട് BJPക്ക് പോയതുകൊണ്ട് മാത്രമാണ് അവലോകന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് തൃശ്ശൂർ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല, ആറ്റിങ്ങലും പോയിട്ടുണ്ട്, ആലപ്പുഴയിലും പോയിട്ടുണ്ട്. മലപ്പുറം, പൊന്നാനി, ചാലക്കുടി, പത്തനംതിട്ട എന്നീ മണ്ഡലങ്ങൾ ഒഴിച്ച് നിയമസഭാ മണ്ഡലങ്ങൾ ഒഴിച്ച് 16 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് കൂടി. 18 നിയമസഭാ മണ്ഡലങ്ങളിൽ LDFനേക്കാൾ കൂടുതൽ അവർക്ക് വോട്ട് കിട്ടി. മലപ്പുറം, പൊന്നാനി, ചാലക്കുടി, പത്തനംതിട്ട ഒഴിച്ച് നിയമസഭ ചാലക്കുടി, പത്തനംതിട്ട നിയമസഭാ മണ്ഡലങ്ങൾ ഒഴിച്ചിട്ട് 16 അത് ആദ്യം മുതൽ പറയാം വീണ്ടും. മലപ്പുറം, പൊന്നാനി, ചാലക്കുടി, പത്തനംതിട്ട എന്നിവ ഒഴിച്ചിട്ട് 16 ലോക്സഭാ മണ്ഡലങ്ങളിലും BJP വോട്ട് കൂടി. 18 നിയമസഭാ മണ്ഡലങ്ങളിൽ UDFനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി, LDFനേക്കാൾ വോട്ട് കിട്ടി. ലീഡ് കിട്ടിയത് LDFന് 18 മണ്ഡലങ്ങളിൽ, BJPക്ക് 11 മണ്ഡലങ്ങളിൽ. തൃശ്ശൂരിൽ, ഇനി തൃശ്ശൂരിൻ്റെ ഭാഗം പറയാം, നിയമസഭ മറ്റേ അവലോകന റിപ്പോർട്ടിൽ സംസ്ഥാന കമ്മിറ്റി തൃശ്ശൂരിൽ പാർട്ടിയുടെ വോട്ട് BJPക്ക് പോയി. പേജ് നമ്പർ 26 അവലോകന റിപ്പോർട്ട്. നമ്മുടെ വോട്ടുകളിലും വലിയ ചോർച്ചയുണ്ടായി. CPMൻ്റെ 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട, പുതുക്കാട് എന്നീ മണ്ഡലങ്ങളിൽ ലഭിച്ച വോട്ട് ഇത്തവണ കിട്ടിയില്ല. ഇരിങ്ങാലക്കുടയും പുതുക്കാടും നന്നായി പാർട്ടിയുടെ വോട്ട് ചോർന്നിട്ടുണ്ട്. പുതിയ വോട്ടുകൾ വന്നിട്ടും ഈ നിലയുണ്ടായി. പാർട്ടി വോട്ടുകൾ നഷ്ടപ്പെട്ടത് ഗൗരവത്തോടെ പരിശോധിക്കണം. പാർട്ടി പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ വോട്ട് BJPക്ക് പോയി, സഖാക്കൾ BJPക്ക് വോട്ട് ചെയ്തു. എന്നിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ സാധാരണ ഈ ജനങ്ങൾക്ക് വേണ്ടിയും മാധ്യമങ്ങൾക്ക് വേണ്ടിയും പാർട്ടി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ന്യായം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 16,226 വോട്ട് തൃശ്ശൂരിൽ കൂടുതൽ കിട്ടിയെന്ന് പുറത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ഇവർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 16,226 വോട്ട് തൃശ്ശൂരിൽ ഇത്തവണ കൂടുതൽ കിട്ടി, ഞങ്ങൾക്ക് കൂടുകയാണ് ചെയ്തത് എന്ന് പാർട്ടി സെക്രട്ടറിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ ഉള്ളിലെ റിപ്പോർട്ടിൽ ഇങ്ങനെ വിരുദ്ധമാണ്. പക്ഷേ റിപ്പോർട്ടിൽ വേറൊരു കണക്ക് പറയുന്നുണ്ട്. 2021 കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായിട്ട് തട്ടിച്ചു നോക്കിയപ്പോഴാണ് കൂടുതൽ കിട്ടിയെന്ന് കണ്ടെത്തിയത്. എന്നിട്ട് വേറൊരു കണക്ക് പറയുന്നുണ്ട്,
2021 നിയമസഭാ തിരഞ്ഞെടുപ്പുമായി തട്ടിച്ച് നോക്കിയാൽ LDFന് 1,47,431 വോട്ട് കുറഞ്ഞു. UDFന് 24,139 വോട്ട് ആണ് കുറഞ്ഞത്. BJPക്ക് കൂടിയത് 2,99,082 വോട്ട്. 3 ലക്ഷത്തിൻ്റെ അടുത്ത് കൂടി. ഇത്രയും വോട്ട് BJPക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് പാർട്ടിയിൽ നിന്ന് പോയിട്ടുണ്ട്. 1.25 പോയത് CPM ഇടതുപക്ഷ ജില്ലാ കമ്മിറ്റി കണക്കാക്കിയിരുന്നത് തൃശ്ശൂര് സുനിൽകുമാറിന് കിട്ടുന്ന കണക്കാക്കിയതിൽ നിന്ന് വ്യത്യാസം വന്നത് 1,59,056 വോട്ട് ആണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഉറപ്പിച്ച വോട്ടിൽ നിന്ന് പോയിരിക്കുന്നത്. അപ്പോൾ പൂരത്തിനെ പറ്റി ഈ അവലോകന റിപ്പോർട്ടിൽ ഒരു വരി പോലും ഇല്ല. ഇത് ലേറ്റസ്റ്റ് ആണോ സർ? പൂരത്തിന് ശേഷം ഈ കോലാഹലങ്ങൾക്കൊക്കെ എല്ലാത്തിനും ശേഷമാണ്. അതെ, തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടൊക്കെ അതിന് ശേഷം വരുന്നത്. പൂരത്തിനെ പറ്റിയ റിപ്പോർട്ടിലൊന്നുമില്ല. 2013 ആലത്തൂരിലും മാവേലിക്കരയിലും മാത്രമേ 40% വോട്ട് കിട്ടിയിട്ടുള്ളൂ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. തൃശ്ശൂർ ഒഴിച്ചുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് ആണല്ലോ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് തടുത്തു നിർത്തിയിട്ടുണ്ട് BJPയുടെ ഈ മുന്നേറ്റത്തിന്. പക്ഷേ തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ വോട്ട് BJPക്ക് പോയോ എന്നുള്ള ചോദ്യമാണ് പിന്നെയുള്ളത്. അത് പ്രധാനപ്പെട്ട ചോദ്യം. അത് നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രതാപൻ ഫാക്ടർ അവിടെ വർക്ക് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. തൃശ്ശൂരിലെ കോൺഗ്രസിന് മുരളീധരന് വേണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത, ഈ വല്ലാതെ ഈ മതപ്രീണനം ഈ CPM പ്രചരിപ്പിച്ച് നടന്നിരുന്നല്ലോ, അത് പാളിപ്പോയി പറഞ്ഞിട്ടുണ്ട്. അത് ന്യൂനപക്ഷ വർഗീയതയെ നമ്മൾ തുറന്നു കാട്ടണം. ന്യൂനപക്ഷ സംരക്ഷണം മതനിരപേക്ഷതയുടെ ഭാഗമാണ്, മതപ്രീണനമല്ല. എന്നിട്ട് അപ്പോൾ പൗരത്വ ഭേദഗതി പ്രചാരണം പഴച്ചുപോയി. അതിനെ മുൻനിർത്തിയുള്ള പ്രചാരണം പഴച്ചുപോയി. ഇനി നമുക്ക് ലീഗുമായി കൂട്ടുകൂടേണ്ടതില്ല. അതും കൃത്യമായിട്ടുണ്ട്. മുസ്ലിം ലീഗുമായിട്ട് വേണ്ട. വെൽഫെയർ പാർട്ടി SDPI എന്നിവയെ പോലെ തന്നെ ഒരു പാർട്ടിയാണ് ലീഗും. ലീഗ് UDF വെൽഫെയർ പാർട്ടിയുടെയും SDPIയുടെ ഒക്കെ വോട്ട് മേടിച്ചിട്ടുണ്ട് എന്നും അവലോകനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത്. ഇപ്പോൾ ഈ സാറ് കൃത്യമായി ഒപ്പിയെടുത്തും ചോർത്തിയെടുത്തും കണ്ടെത്തിയപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എന്തുമാത്രം അന്തരാണ് സാർ ഈ പൊതുജനങ്ങൾ അവരുടെ അണികൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളോട് പരസ്യമായി പറയുന്നതിന് നേരെ വിരുദ്ധമായി വാതിലടച്ചിട്ട് അകത്തിരുന്ന് പറയുന്നതിൻ്റെ ഒരു വൈരുദ്ധ്യം ഏത് കാലത്താണ്? സ്വകാര്യത എന്ന് പറയുന്നൊരു സാധനമുണ്ടോ? പുറത്ത് പറയുന്നത് അകത്തും, അകത്ത് പറയുന്നത് പുറത്തും കേൾക്കുന്ന കാലമല്ലേ? അങ്ങനെ ഒരു കാലത്ത് ഈ ഇരട്ടത്താപ്പ് കുറേ ഒന്ന് വെള്ളം ചേർത്താണെങ്കിലും ഇതേ കാര്യം പുറത്ത് പറഞ്ഞൂടെ? അത് പറയില്ല. ഞങ്ങളൊരു വോട്ടും പോയിട്ടില്ല, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, ന്യൂനപക്ഷങ്ങളുടെ രക്ഷയാണ് രാജ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്ന്. ഈ പൗരത്വ ക്യാമ്പയിൻ അല്ല ഇവരെ ഇലക്ഷൻ വരെ ഉയർത്തിപ്പിടിച്ചത്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വളരെ കൃത്യമായിട്ട് പറയുന്നു, ആ പൗരത്വ ക്യാമ്പയിൻ കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ആകെ ഉണ്ടായത് നമ്മുടെ ആകെ സംഭവിച്ച ഒരൊറ്റ കാര്യമുള്ളൂ. കൂടെ നിൽക്കുമെന്ന് കരുതിയ ന്യൂനപക്ഷം ഒരൊറ്റ എണ്ണം വോട്ട് ചെയ്തില്ല. ന്യൂനപക്ഷ പ്രീണനം പരസ്യമായി നടത്തിയതുകൊണ്ട് ഭൂരിപക്ഷവും കൈവിട്ടുപോയി. അതാണല്ലോ, അതിന് ബദലാണ് ഇപ്പം മലപ്പുറത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ആ പണിയാണ്. അതാണ് ഇതിൻ്റെ പുതിയ പാഠം അതാണ്. അപ്പോൾ അതൊന്ന്, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാഠം. രണ്ടാമത്തെ പാഠം, രാജ്യം മുഴുവൻ കോലാഹലം കൂട്ടുന്നതിൽ ഇപ്പോഴും മുൻപന്തിയിൽ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിലേ നമ്മൾ പറഞ്ഞു, UDF LDF മത്സരിച്ച് കോലാഹലം കൂട്ടുകയാണ്. തൃശ്ശൂർ പോയതോ, അത് തൃശ്ശൂർ പൂരം കലക്കിയതുകൊണ്ട്. സുരേഷ് ഗോപി ജയിച്ചത് തൃശ്ശൂർ പൂരം കലക്കിയതുകൊണ്ട്. ഇപ്പോൾ അതേ സമയത്ത് ഇതിങ്ങനെ പുറത്ത് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഈ പുറത്ത് പറയുന്ന ഒന്നും, മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്ന ഒന്നും മനുഷ്യൻ വിശ്വസിക്കാത്തൊരു പരുവത്തിലെത്തിയില്ലേ? അതായത് വോട്ടർമാർ BJP ആയിപ്പോയി, മാർക്സിസ്റ്റുകാർ BJP ആയിപ്പോയി. ഇതാണ് അവലോകന റിപ്പോർട്ടിൽ പറയുന്ന പച്ചപ്പരമാണ്. അത് നേർക്ക് നേരെ പോയി. അതാണല്ലോ വാസ്തവം. നമ്മൾ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാണ് കേരളത്തിലെ അല്ലേ, നമ്മൾ 9 മണ്ഡലങ്ങളിൽ. എനിക്കൊരു ചോദ്യമുണ്ട് ഇതിൻ്റെ അകത്ത്. പൂരം കൊലക്കിയിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്നുള്ളത് മുഖവിലയ്ക്ക് എടുക്കുക എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ എനിക്കൊരു ചോദ്യമുണ്ട്. മാർക്സിസ്റ്റുകളായ ഹിന്ദുക്കളും ഈ പൂരം കലക്കിയപ്പോൾ
പ്രകോപിതരായിട്ട് BJP കാരണം പൂരം രക്ഷിക്കണമെങ്കിൽ BJP വേണം, BJP പോയി വോട്ട് ചെയ്തു എന്നല്ലേ അന്തമില്ലായ്മയാണ് സാർ പറയുന്നത്. അർത്ഥം ബേസ്ലെസ് ആയ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും വലിയ തമാശ ഈ ഇലക്ഷൻ കഴിഞ്ഞ് പൂരവും കഴിഞ്ഞിട്ട് കൂടിയ സംസ്ഥാന കമ്മിറ്റി സ്വന്തം അണികളോട് സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയ രേഖയാണല്ലോ. ആ രേഖയിൽ ഒരിടത്തും പൂരമേ ഇല്ല. പുറത്ത് പൂരത്തിൻ്റെ കോലാഹലം, അകത്ത് പൂരമേ ഇല്ല. ഈ ഇരട്ടത്താപ്പായിരിക്കും എനിക്ക് തോന്നുന്നു CPMകാരെ, പാർട്ടി സഖാക്കളെ ഏറ്റവും കൂടുതൽ അകറ്റുകയും വേദനിപ്പിക്കുകയും ചെയ്യുക. ഏറ്റവും വലിയ സങ്കടമായിരിക്കും. ഞങ്ങളോട് പറയുന്ന ഒന്നും പുറത്ത് പറയുന്നു, അകത്ത് പറയുന്ന ഒന്നും, ഈ ഞങ്ങളോട് പറയുന്ന ഒന്നും പുറത്ത് ജനങ്ങളോട് പറയുന്ന ഒന്നും. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം സാർ ഈ പറഞ്ഞതാണ്. ഇപ്പോൾ അതിൻ്റെ അർത്ഥശൂന്യത മനസ്സിലാക്കുന്നില്ല. മുസ്ലിം ന്യൂനപക്ഷത്തെ, മുസ്ലിം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നത് അപകടം ചെയ്തു. കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞല്ലോ. ജനങ്ങളോട് പറയേണ്ട ഇനി ഞങ്ങൾ ചെയ്യില്ല പറഞ്ഞിട്ടുണ്ടല്ലോ. മുസ്ലിം ലീഗിനെ ചാക്കിടാൻ വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ശ്രമം ഇനി തുടരില്ല, ഞങ്ങൾക്ക് ഇനി ലീഗ് വേണ്ട, ഇതൊക്കെ ഒന്ന് വെളിപ്പെടുത്തേണ്ട സമയമായിട്ടും മാധ്യമങ്ങൾക്ക് കിട്ടാഞ്ഞിട്ടാണോ കൊടുക്കാഞ്ഞിട്ടാണോ എന്ന് എനിക്കല്ല. പല കാര്യങ്ങളും രാമേന്ദ്രൻ സാറ് കൊണ്ടുവന്ന് പറഞ്ഞിട്ട് വേണം ആളുകൾ അറിയാൻ. അതുകൊണ്ട് ഇതിലിപ്പോൾ ഒരു വലിയ സൗകര്യമുണ്ട്. ഈ മുസ്ലിം ലീഗ് ആ പണി നിർത്താനായിട്ടുണ്ട്. ഇവരെ പിന്നാലെ മണം പിടിച്ച് നടക്കേണ്ട യാതൊരു കാര്യമില്ല. മുസ്ലിം ലീഗിനെ കൂട്ടിയിട്ട് എല്ലാ പ്രതിച്ഛാതയായി നഷ്ടപ്പെടുമ്പോൾ അവസാനത്തെ പിടിവള്ളിയായിട്ട് മുസ്ലിം ലീഗിനെ ചേർത്ത് ഭരിച്ചു കളയാമെന്ന വ്യാമോഹം മൊത്തത്തിലല്ല, കുഞ്ഞാലിക്കുട്ടി ഗ്രൂപ്പ്, അതെ, അവരെ കൂട്ടിക്കൊണ്ട് നാട് ഒരിക്കൽ കൂടി ഭരിച്ചു കളയാമെന്ന വ്യാമോഹം പിണറായി വിജയനും കൂട്ടർ ഉപേക്ഷിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ആ വ്യാമോഹം എടുത്ത് മാറ്റിവെച്ചോ, ആ വെള്ളം മാറ്റിവെച്ചേക്ക് എന്ന് പാർട്ടി അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതാണല്ലോ ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു കാര്യം തീർച്ചയാണ്, എന്തായാലും CPMൻ്റെ അണികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പണി അതാണ്. CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യസന്ധമാണ് ഈ വിലയിരുത്തൽ എന്ന് വേണം പറയാൻ. ഒന്ന്, മുസ്ലിം പ്രീണനം കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടായില്ല, വലിയ നഷ്ടമുണ്ടായി. എല്ലാ കാലത്തും പാർട്ടിയുടെ കൂടെ നിന്ന് ചാവേറുകളായി കൂടെ നിന്ന കേരളത്തിലെ ഈ ഭൂരിപക്ഷ സമുദായ അംഗങ്ങൾ കൃത്യമായി പാർട്ടിയെ വിട്ടുപോയി. അവരെ കൂടി വീണ്ടും പ്രകോപിപ്പിക്കാനാണ് ഈ പറയുന്നത്. പൂരം വന്നപ്പോൾ അപ്പോഴാണ് നിങ്ങളൊക്കെ പോയത്. ഇതിലിപ്പോ ഈ പാർട്ടിയുടെ ഇരട്ടത്താപ്പ് മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞു, പ്രീണനം കൊണ്ടും കൂടെ നിന്നില്ല. ഹിന്ദുക്കളും ഇത് തിരിച്ചറിഞ്ഞതാണ്. ഈ ഇരട്ടത്താപ്പാണ്. ആ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും പ്രകടമായ മാതൃക. പ്രത്യേകിച്ച് ഈഴവര് വിട്ടുപോയല്ലോ. ഈഴവരാണല്ലോ പാർട്ടി. യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ബലം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പാർട്ടിയുടെ ആത്മവിശ്വാസം ഈഴവരായിരുന്നു. ഈഴവ ജനത എങ്ങനെ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈഴവർ മുഴുവനൊന്നും പറഞ്ഞുകൂടെങ്കിലും വെള്ളാപ്പള്ളിയൊക്കെ എടുത്തൊരു നിലപാടുണ്ടല്ലോ, സംശയാസ്പദമായിരുന്നു അത്. വെള്ളാപ്പള്ളിക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പിണറായി വിജയനെ ഇനി ഇങ്ങനെ അന്ധമായി വിശ്വസിച്ചാൽ എങ്ങോട്ട് പോകുമെന്ന്. ആ കൺഫ്യൂഷൻ ശരിയായിരുന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. അതുകൊണ്ട് CPMൻ്റെ ഈ വിലയിരുത്തൽ എല്ലാ അർത്ഥത്തിലും ഒന്ന്, ഈ പാർട്ടിയുടെ ഇരട്ടത്താപ്പ് വെളിപ്പെടുത്താൻ, ന്യൂനപക്ഷത്തോടും ഭൂരിപക്ഷത്തോടും എടുക്കുന്ന ഈ കപടമായ നിലപാട് മാറ്റിവെച്ചിട്ട് നേർക്കുനേരെയുള്ള ഒരു ഇടതുപക്ഷ നയം ഇനിയെങ്കിലും, അതായിരുന്നല്ലോ CPMൻ്റെ ബലം, അതായിരുന്നല്ലോ CPMൻ്റെ വിശ്വാസ്യത, അതായിരുന്നല്ലോ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ആത്മബലം. അത് കളഞ്ഞു കുളിച്ചാൽ ഇനിയും കേരളം പാഠം പഠിപ്പിക്കും എന്ന് തന്നെയാണ് കരുതേണ്ടത്. ഇങ്ങനെ പോയാൽ തോൽക്കാൻ തയ്യാറാകുന്നത് അയാൾ പോലും ആളുകളെ പറ്റിച്ചിട്ട് ഇനിയുള്ള കാലം അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് വേണം ഈ റിപ്പോർട്ട് നമ്മളോടെന്ന പോലെ അവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി സാർ, ഈ കണ്ടെത്തൽ എന്തായാലും നന്നായി ആളുകൾ കാണട്ടെ, കേൾക്കട്ടെ. നമ്മുടെ മാധ്യമങ്ങളും ഈ പറഞ്ഞ സാധനം ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്നൊക്കെ പറയുന്ന വാക്ക് മലയാളത്തിൽ ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കേണ്ട സ്ഥിതിയാണ്. സെൻസിറ്റീവ് ജേർണലിസം അല്ലാതെ ഒരു സാധനവും ഇല്ലാത്തൊരു കാലത്ത് ഇമാതിരി ചിലതൊക്കെ മൂക്കിൻ ചോട്ടിലാണ്. AK സെൻറ്ററിൽ നിന്ന് പുറത്ത് കിട്ടാവുന്നൊരു സാധനമാണ്. അതാരും ശ്രദ്ധിച്ചില്ല ഈ കോലാഹലങ്ങൾക്കിടയിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അറിയേണ്ടവർ മലയാളി ശ്രദ്ധിക്കട്ടെ. നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.